الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي يرسل الرياح فتثير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون وإن كانوا من قبل أن ينزل عليهم من قبله لمبلسين فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير. സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതിവെച്ച വചനങ്ങൾ 30-ാം അധ്യായം റൂമിലെ 3 വചനങ്ങളാണ്. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ്, അല്ലാഹുവാണ് കാറ്റുകളെ അയക്കുന്നവൻ. എന്നിട്ട് ഫതുസീറു സഹാബൻ, മേഘങ്ങളെ അവൻ ഇളക്കി മറിക്കുന്നു. ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ, എന്നിട്ട് ആകാശത്ത് അവൻ ഉദ്ദേശിച്ചതുപോലെ അത് പരത്തുന്നു. വയജഅലുഹു കിസഫ, എന്നിട്ട് അതിനെ പല കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിലൂടെ മഴത്തുള്ളികൾ പുറത്തു വരുന്നത് നിനക്ക് കാണാം. മഴ പുറത്തു വരുന്നത് നിനക്ക് കാണാം. ഫൈദാ അസാബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ, ആ മഴ അല്ലാഹു ഉദ്ദേശിച്ചവരിൽ അവന്റെ ദാസന്മാരിൽ ആർക്കാണോ ലഭ്യമാകുന്നത്, കിട്ടുന്നത്, ഇദാ ഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷഭരിതരായി മാറുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ, ആ മഴ വർഷിക്കുന്നതിന് മുമ്പ് അവർ അങ്ങേയറ്റം ആശയറ്റവരും നിരാശയുള്ളവരുമായിരുന്നു. ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ അസറുകളിലേക്ക്, അടയാളങ്ങളിലേക്ക് നീ ഒന്ന് നോക്ക്. കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായി കിടന്നതിന് ശേഷം ഭൂമിയെ ജീവസുറ്റതാക്കിയത് എങ്ങനെയെന്ന് നീ നോക്ക്, ചിന്തിക്ക്. ഇന്ന ദാലിക ലമഹിയൽ മൗത,
അത് ചെയ്യുന്നവനാരോ അവൻ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്നാണ് ഈ വചനങ്ങളുടെ സാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനം കനത്ത മഴയുടെ നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ വീടുകൾ വെള്ളത്തിനടിയിലായി, ചിലർക്ക് കൃഷിനാശങ്ങളുണ്ടായി, ചില കുടുംബങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായി, മറ്റു ചിലർക്ക് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ഒഴുകിപ്പോയി. ഉരുൾപൊട്ടലുകളും കുന്നുകളും മലകളുമൊക്കെ ഇടിഞ്ഞു വീഴൽ, ഡാമുകളിൽ നിന്ന് വെള്ളം ഒരുപാടായി കരകളെല്ലാം കവിഞ്ഞൊഴുകി, ഇങ്ങനെയുള്ള വലിയ വിഷമാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്. ആസാമിലേക്കൊക്കെ ചെന്നാൽ ഇതിലും ഭീകരമാണ് അവസ്ഥ. നമ്മൾ കണ്ടു, പല റിപ്പോർട്ടുകളും വായിച്ചു. നമ്മൾ നൂറുകണക്കിന് ആളുകളാണ് അവിടെ മരിച്ചിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകൾക്കാണ് പലതും നഷ്ടപ്പെട്ടു പോയത്. ആസാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പേരുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. മുമ്പൊക്കെ കേരളത്തിൽ ശക്തമായി മഴ വർഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് വായിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇപ്രാവശ്യം തെക്ക് വടക്കെന്നോ കിഴക്ക് പടിഞ്ഞാറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും മഴ തന്നെയാണ്. അതുകൊണ്ടുള്ള കെടുതികളുമാണ്. അതുമല്ല, നമ്മുടെ അടുത്ത ജില്ലയായ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങൾ വളരെ പ്രയാസകരമായ നിലയിലാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ കഴിച്ചു കൂട്ടുന്നത് എന്നുള്ള വാർത്തകൾ ദിനേന എന്നോണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥ, അതുപോലെ തന്നെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഈ പ്രയാസങ്ങളുണ്ട്. ഇനി ഈ വീടുകളിൽ വെള്ളം കയറിയ ആളുകൾ, അല്ലെങ്കിൽ കടകളിൽ വെള്ളം കയറി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ഇനി വെള്ളം ഇറങ്ങിയാലും അവർക്ക് എന്താണ് അവിടെ മിച്ചമുണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്നും നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ട ദുരവസ്ഥ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഈ കെടുതികളുടെ ഗൗരവത്തെ കുറിച്ച് നമ്മളാരും വല്ലാതെ ചിന്തിക്കാറില്ല. അതാണ് നമുക്കൊക്കെ ഉള്ളൊരു തകരാറ്. നമുക്ക് വന്നില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസം മാത്രം നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ ആർക്ക് എവിടെ ഇങ്ങനെയുള്ള ഏത് ദുരന്തങ്ങളും സംഭവിച്ചാലും അതെന്റെയും കൂടി ദുരന്തമാണ്, ആർക്ക് വേദന സംഭവിച്ചാലും എന്റെയും കൂടി വേദനയാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യർ മൊത്തത്തിൽ വിശ്വാസി സമൂഹം എത്തേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ നിലയിൽ ഇപ്പൊ നമ്മള് കണക്കുകൾ നമ്മുടെ മുമ്പിൽ പറയുന്നത് സംസ്ഥാനത്ത് ഏതാണ്ട് 450ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടെന്നും ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 38,256 പേർ അവിടെ പാർക്കുന്നുണ്ട് എന്നും ധാരാളം പേർ അവർക്ക് പൂർണ്ണമായും വീടുകൾ നശിച്ചവരുണ്ട്, ഭാഗികമായി നശിച്ചവരുണ്ട്. ഇതൊക്കെ നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്, കാണാതാവുകയോ മരണപ്പെട്ടു പോവുകയോ ചെയ്ത സംഭവങ്ങളും വായിച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ മിന്നൽ പ്രളയം, മേഘവിസ്ഫോടനം, ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള വാക്കുകളിലൂടെ ഇതിന്റെ ഗൗരവം നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി വായിച്ച ഒരു കാര്യം, പ്രവചനങ്ങളെല്ലാം തന്നെ, മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും പാളിപ്പോകുന്നു, അതൊന്നും ശരിയാകുന്നില്ല, വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടും കൂടി ഇന്ന് വായിക്കേണ്ടി വന്നു. കാരണം കാലാവസ്ഥാ വ്യതിയാനം മൊത്തത്തിൽ സംഭവിച്ചതോടുകൂടി ഇപ്പൊ നാളെ റെഡ് അലർട്ടാണ് ഒരു ജില്ലയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ നല്ല മഴയായി നമ്മൾ കാണും. നമുക്ക് തന്നെ അനുഭവമുണ്ട്. എന്തിനെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്, ഇങ്ങനെ ഓരോന്നും മാറി മറിഞ്ഞ് വരികയും ചെയ്യുന്നു. ഇവിടെ ഒരു വിശ്വാസിക്ക് ചിന്തിക്കാനുള്ള കാര്യമുണ്ട്. അതെന്താണ്? ഇതൊന്നും ആരും പറയുന്നത് പോലെയല്ല നടക്കുന്നതും, ആരും പറയുന്നത് പോലെയല്ല സംഭവിക്കുന്നതും ഇല്ലാതാകുന്നതും എന്നുള്ള ഒരു തിരിച്ചറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം, അവന്റെ കഴിവിനെയും അവന്റെ ശക്തിമാഹാത്മ്യത്തിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്ക്, ഇതൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. കാരണം
മനുഷ്യൻ ദുർബലനാണ്. അവൻ കണ്ടുപിടിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും നിരീക്ഷണം നടത്തുന്നതിനും ഒക്കെ പരിമിതികളുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ പറയുന്നത് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. പക്ഷെ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഞാൻ ഓതി വെച്ച വചനങ്ങൾ വളരെ കൃത്യമായി മഴ വർഷിപ്പിക്കുന്നത്, കാറ്റയക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത് എങ്ങനെ എന്ന് കൃത്യമായി പറയുകയും അത് ലഭിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ് ആ വചനത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് വിശുദ്ധ ഖുർആനിലൂടെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസിയുടെ കണ്ണിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ മഴയെ നാം വീക്ഷിക്കുമ്പോൾ പല കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അതാണ് ആ വചനം ഒരൽപ്പം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ നാം വീക്ഷിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യത്തിന്റെ അടയാളമായി മഴയെ ചിലപ്പോൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ അവന്റെ കാരുണ്യമായിട്ട് കാണാം. മറ്റു ചിലപ്പോൾ ജീവന്റെ ഉറവിടമായി കാണാം. ചില സന്ദർഭങ്ങളിൽ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമായി കാണാം. ചിലപ്പോൾ പരീക്ഷണമായി കാണാം. മറ്റു ചിലപ്പോൾ ശിക്ഷയുമായും കാണാം. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 30ഓളം സ്ഥലങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരമുണ്ട്. അതുപോലെ തന്നെ മഴയ്ക്ക് പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകളിലും വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ നാം പരിശോധിച്ചു നോക്കിയാൽ ആകാശത്ത് നിന്ന് നാം വെള്ളം ഇറക്കി തന്നു, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ, ഈ പ്രയോഗം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. വെള്ളം നാം ഇറക്കി തന്നു, വർഷിപ്പിച്ചു തന്നു. അവിടെ വെള്ളം എന്നുകൊണ്ടുള്ള ഉദ്ദേശം മഴ തന്നെയാണ്. അതുപോലെ വൈസ് എന്ന പ്രയോഗമുണ്ട് മഴയെ സംബന്ധിച്ച്, മത്തർ എന്ന പ്രയോഗമുണ്ട് മഴയെ സംബന്ധിച്ച്, വദത്ത് എന്ന പ്രയോഗമുണ്ട് മഴയെ സംബന്ധിച്ച്. ഇതിൽ മത്തർ ഏതാണ്ട് 77ഓളം സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാം. അതുപോലെ തന്നെ ഈ വൈസ് എന്നുള്ളത് 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. വദത്ത് എന്ന പ്രയോഗവും 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളി ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഈ നിലയിൽ വിവിധ പേരുകളിൽ വിവിധ രൂപത്തിലാണ് മഴയെ സംബന്ധിച്ചുള്ള വർണ്ണന അല്ലെങ്കിൽ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത് നാം മനസ്സിലാക്കുക. അപ്പൊ അവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, ഇപ്പൊ വൈസ് എന്ന പ്രയോഗം അള്ളാഹുവിന്റെ കാരുണ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കൂടുതൽ നമുക്ക് വായിക്കാൻ കഴിയുക. അള്ളാഹു കാരുണ്യമായി, അവന്റെ കാരുണ്യമായി മഴയെ വർഷിപ്പിച്ചു എന്നുള്ളിടത്ത് പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് വൈസാണ്. അതേസമയം വദത്ത് എന്ന് പറഞ്ഞാൽ 2 സ്ഥലങ്ങളിലെ ഉള്ളൂ. ഒന്ന് ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തു റൂമിലെ ആ വചനങ്ങളും, പിന്നൊരു സ്ഥലത്തുള്ളത് സൂറത്തു നൂറിലും മാത്രമേ വദത്ത് എന്ന് പറയുന്നുള്ളൂ. ഈ വദത്ത് എന്ന പ്രയോഗം കാർമേഘം മട്ടിയട്ടിയായി വരിക, അത് ഘനീഭവിക്കുക, എന്നിട്ട് അതിൽ നിന്ന് മഴത്തുള്ളികൾ വീഴുക എന്നുള്ള പ്രയോഗം. അതുപോലെ തന്നെ അള്ളാഹു ഉപരിഭാഗത്ത് നിന്ന് മഴയെ വർഷിപ്പിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായ ഒരു വിശേഷണം, ഒരു സന്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. അതെന്താ? വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കൻനാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അത് സൂറത്ത് മുഅ്മിനൂനിലെ 18ാമത്തെ വചനമാണ്. എന്താ പറഞ്ഞതെന്നറിയോ? ഒരു നിശ്ചിത അളവനുസരിച്ച്, തോതനുസരിച്ച്, കണക്കനുസരിച്ച് ആകാശത്ത് നിന്നും മഴയെ നാം വർഷിപ്പിക്കുന്നു. എന്നിട്ട് ഫഅസ്കൻനാഹു ഫിൽ അർദ്, ആ മഴയെ ഭൂമിയിൽ നാം തങ്ങി നിർത്തുന്നു. എന്നിട്ട് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, നമ്മൾ ഉദ്ദേശിച്ചാൽ ആ വെള്ളത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ളവരാണ് നാം എന്ന് അള്ളാഹു ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കണക്കനുസരിച്ച് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ സാധാരണയായി നമ്മുടെ നാട്ടിൽ ഡാമുകളുണ്ട് ഇഷ്ടം പോലെ. ആ ഡാമുകളിൽ ഇത്ര അടി വരെ വെള്ളമാകാം. അതിനപ്പുറത്തേക്ക് വന്നാൽ അത് അപകടകരമാണ്, ഡാം തന്നെ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അടിയിലെത്തുമ്പോൾ ഒരു നിശ്ചിത സെന്റിമീറ്റർ എത്തുമ്പോൾ കുറേശ്ശെയായി 1 ഷട്ടറോ 2 ഷട്ടറോ ഒക്കെ തുറന്നു വിട്ട് കുറേശ്ശെയായി പുറത്തേക്ക് അയക്കും. അതിന്റെ പോലും ഒഴുക്കൊന്ന് മനസ്സിൽ കണ്ടു നോക്കും. എന്നിട്ട് ഇത് മൊത്തം ഒന്ന് പൊട്ടിയൊലിച്ചാലുള്ള അവസ്ഥ, ഇപ്പൊ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായി വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. മൊത്തം ഇങ്ങോട്ട് പൊട്ടിയൊലിച്ചു വന്നാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇത് നമ്മൾ നിർമ്മിച്ച മനുഷ്യ കരങ്ങൾ കൊണ്ട് നിർമ്മിതമായ അണക്കെട്ടുകളെ സംബന്ധിച്ചുള്ള സൂക്ഷ്മതയും നിരീക്ഷണവും ഒക്കെയാണ് എങ്കിൽ ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കും. ഇങ്ങനെ തുള്ളി തുള്ളിയായി പെയ്യുന്ന മഴ, ആ തുള്ളിക്ക് വ്യത്യാസം ഉണ്ടാകും.
ചിലപ്പോൾ ചെറിയ ചാറ്റൽ മഴ എന്നുള്ള ചെറിയ തുള്ളികളായിരിക്കും. ചിലപ്പോൾ മഴ ശക്തമാകുമ്പോൾ അതിതീവ്രമായ മഴയാകുമ്പോൾ നമ്മൾ കാറിലൊക്കെ സഞ്ചരിച്ചാൽ ആ കാറിന്റെ പുറത്തേക്ക് ആരോ കല്ലെടുത്തെറിയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ആ രൂപത്തിലുള്ള മഴ തുള്ളിയും ഉണ്ടാകും. ഏതായിരുന്നാലും തുള്ളികളായിട്ട് തന്നെയാണ്, ഒരു കണക്കനുസരിച്ചാണ് അള്ളാഹു ഇങ്ങോട്ട് അയക്കുന്നത്. അല്ലാതെ ഈ ആകാശത്ത് മുഴുവനും വ്യാപിക്കുന്ന, അള്ളാഹു വ്യാപിപ്പിക്കുന്ന ഈ കാർമേഘം മുഴുവനും ഒന്നായിട്ട് ഒരു ഡാമിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നത് പോലെ, ഒഴുകി വരുന്നത് പോലെ ഇങ്ങോട്ട് ഒഴുക്കി വിട്ടിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ? എല്ലാ കെട്ടിടങ്ങളും തകരും. എത്ര ഉറപ്പോടുകൂടി പണിഞ്ഞതാണെങ്കിലും ശരി, അത് തകരും. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രയോഗം നാം അള്ളാഹുവിന്റെ കാരുണ്യമാണ്, ചിന്തിക്കേണ്ടതാണിത്. ഖുർആനിലൂടെ ഇത് ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാ. നമ്മൾ അവിടെ കേൾക്കുമ്പോൾ മഴ ശക്തമായി പെയ്യുമ്പോൾ ദുരിതം പെയ്തിറങ്ങി, രോഗം പെയ്തിറങ്ങി, പേമരി എന്നൊക്കെ പറഞ്ഞുള്ള പ്രയോഗങ്ങൾ പലരും നടത്താറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മഴയെ ദുരിതമായി ഒരിക്കലും കാണാൻ കഴിയില്ല, വിശേഷിപ്പിക്കാനും കഴിയില്ല. ഖുർആൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്, അങ്ങനെയാണ് നമ്മളെ ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചത്. അതന്നെ നാം ഇങ്ങനെ ഒരു നിശ്ചിത കണക്കനുസരിച്ച് നാം വർഷിപ്പിക്കുന്നു. അതെങ്ങാനും അത് ഭൂമിയിൽ തങ്ങി നിർത്തുന്നു, ഭൂമിയുടെ അടിയിൽ അത് പിടിച്ചു നിർത്തുന്നു അല്ലാഹു. അപ്പൊ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ കുഴിക്കുമ്പോൾ വെള്ളം വരുന്നു, കിണർ കുഴിക്കുമ്പോൾ വെള്ളം വരുന്നു, കുഴൽക്കിണർ കുഴിക്കുമ്പോൾ വെള്ളം കിട്ടുന്നു. ഇതൊക്കെ അല്ലാഹുവോട് നിക്ഷേപിക്കേണ്ടത്. അതാണ് എന്ന് പറഞ്ഞത്, പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി. അതെന്താ കാരണം? മഴ ഇങ്ങനെ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ ആ പെയ്തു വരുന്ന വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി ഉപയോഗപ്രദമല്ലാത്ത നിലയിൽ എവിടെങ്കിലും ഒക്കെ പോയി നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാ. മറിച്ച് അത് ഭൂമിയുടെ അടിയിലേക്ക് അല്ലാഹു, അതിന്റെ അറകളിലേക്ക് അല്ലാഹു കൊണ്ടുപോയി നിർത്തി ആവശ്യത്തിനനുസരിച്ച് മനുഷ്യന് അത് ഉപയോഗപ്പെടുത്താവുന്ന നിലയിൽ അല്ലാഹു സംവിധാനിച്ചു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അത് മൊത്തം ഇല്ലാതാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ നമുക്ക് സാധിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. അപ്പം മഴയെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താനോ ഇകഴ്ത്തി പറയാനോ മോശമായ വാക്കുകൾ ഉപയോഗിക്കാനോ വിശ്വാസികൾക്ക് ഭൂഷണമല്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഉറപ്പല്ല, ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ മഴയില്ലാത്ത സമയത്ത് ഇറങ്ങി സഞ്ചരിക്കുന്നത് പോലെ, വാഹനം ഓടിച്ചു പോകുന്നത് പോലെ, നടന്നു പോകുന്നത് പോലെ ചിലപ്പോൾ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല, സഞ്ചരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന്റെ പേരിൽ മഴയെ ഭത്സിക്കുകയോ കുറ്റപ്പെടുത്തുകയോ മോശമായി പറയുകയോ ചെയ്യാൻ വിശ്വാസികൾക്ക് പാടില്ല എന്നുള്ളത് കൃത്യമായി ഓർക്കുക. എന്തുകൊണ്ട്? അള്ളാഹു മഴയെ കാരുണ്യവും അനുഗ്രഹവുമായിട്ടാണ് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അള്ളാഹുവിന്റെ മഴ എന്ന കാരുണ്യത്തിന് മുന്നോടിയായി കാറ്റുകളെ അയക്കുന്നവനാണ് അള്ളാഹു. അപ്പൊ കാറ്റ് വേണം, എന്നാലേ കാറും മേഘങ്ങൾ സഞ്ചരിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അത് ചെയ്യുന്നത് അള്ളാഹുവാണ്, അല്ലാതെ പ്രകൃതിയുടെ ഒരു വികൃതിയൊന്നും അല്ലിത്. അങ്ങനെ അങ്ങോട്ട് പോകാതിരിക്കുക നമ്മൾ. ഇതൊന്നും പ്രകൃതി അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരെന്നോ പറയുന്നവരോ ചെന്നെത്തുന്ന വികലമായ ഏതെങ്കിലും നിരീക്ഷണങ്ങളല്ലിത്. മറിച്ച് അള്ളാഹു ആധികാരികമായിട്ടാണ് പറയുന്നത്. അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായി കാറ്റുകളെ അയക്കുന്നവൻ അല്ലാഹുവാണ്. നമുക്കത് നിഷേധിക്കാൻ ഒരിക്കലും കഴിയില്ല. വേറൊരു ചിത്രത്തിലേക്കും ചിന്തയിലേക്കും നമുക്ക് പോകാൻ സാധിക്കുകയില്ല. അപ്പൊ ആ രൂപത്തിൽ മഴ ഒരു കാരുണ്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നു. തന്നെയുമല്ല, മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകാൻ അതിനുവേണ്ടി കാറ്റിനെ അവൻ അയക്കുന്നു. എത്ര സ്ഥലങ്ങളിലാ ഖുർആൻ മഴയുടെ മുന്നോടിയായിട്ട് കാറ്റിനെ അയക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്. കാറ്റും ചിലപ്പോൾ നമുക്ക് ഏറ്റവും സുഖകരമായതായിരിക്കും, മറ്റു ചിലപ്പോൾ നമുക്ക് പ്രയാസകരമായതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റടിച്ച് വീശുമ്പോൾ പ്രവാചകന്റെ മുഖത്ത് വലിയ പ്രയാസത്തിന്റെ മുഖം ദർശിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഹദീസുകൾ വായിക്കാൻ കഴിയുന്ന. ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ മുഖമായിരിക്കും പ്രവാചകന്റേത്. കാരണം എന്താ? പൂർവികരായ സമുദായങ്ങളെ നിരന്തരമായ കാറ്റടിച്ച് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ആകുമോ എന്ന ഭയപ്പാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാകുമായിരുന്നു. നമുക്ക് ആ ജാതി ഭയപ്പാടൊന്നുമില്ല, അത് വേറെ വിഷയം. കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അതിനെക്കുറിച്ച് മറ്റു രൂപത്തിലുള്ള ചിന്തകളിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ എന്ന് ഓർമ്മപ്പെടുത്തൽ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കാൻ, മരണാനന്തര ജീവിതം ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പഠിപ്പിക്കാൻ,
ഇതൊക്കെ മഴയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. പരലോക ബോധം ഉണർത്താൻ, താക്കീതുകൾ നൽകാൻ, മുന്നറിയിപ്പ് നൽകാൻ, ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങളിലൂടെ മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് കാരുണ്യമായിട്ട് അല്ലാഹു വിശേഷിപ്പിച്ചു. അതാണ് വൈദ് എന്ന പ്രയോഗം 2 സ്ഥലത്തുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അവിടൊക്കെ ഈ കാരുണ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അതേസമയം മത്തർ, അതിനും അർത്ഥം മഴ എന്ന് തന്നെയാണ്. അത് വരുന്നത് സാധാരണയായി പരീക്ഷണമായിട്ടോ ശിക്ഷയായിട്ടോ മുൻകാല സമൂഹങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മത്തർ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അർത്ഥം മഴ എന്ന് തന്നെയാണ്. നിങ്ങൾ നോക്കുക, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുഷിച്ച ജനതയുടെ മേൽ അഥവാ സദോം ഗോത്രത്തിന്റെ മേൽ അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വലഖദ് അത്തൗ അലൽ ഖറിയത്തില്ലത്തി ഉംദിറത് മതറ സൗ, മോശമായ ചീത്തയായ മഴ വർഷിച്ച ആ ഗ്രാമത്തിലൂടെ അവർ പോയി. എന്നിട്ട് അതൊന്നും കണ്ടു പഠിക്കാൻ അവർക്കാകുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുർഖാനിലെ 40-ാമത്തെ വചനത്തിലൂടെ ചോദിക്കുന്നു. അതുപോലെ സൂറത്ത് അഅറാഫിലെ 84-ാമത്തെ വചനത്തിൽ വഅംതർനാ അലൈഹിം മതറൻ, അവിടെ ഹൂദ് നബിയുടെ ജനതയെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് അവരുടെ മേൽ നാം മത്തർ വർഷിപ്പിച്ചു, അവിടെ മഴ വർഷിപ്പിച്ചു. പക്ഷെ ആ മഴയെ കുറിച്ച് പറഞ്ഞത് ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, ആ കുറ്റവാളികളുടെ അനന്തരഫലം എന്തായിരുന്നു എന്ന് ചിന്തിക്കാനാ പറഞ്ഞത്. അവിടെ മത്തർ എന്നുള്ള പ്രയോഗം ശിക്ഷയായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ പെയ്തു കൂട്ടിയ മഴയ്ക്ക് കയ്യും കണക്കും ഉണ്ടായില്ല. നമുക്കറിയാമല്ലോ, പർവ്വതത്തിന് സമാനമായി വെള്ളം പൊങ്ങി. ചരിത്രം പറഞ്ഞിരുന്നതാണ് നമുക്ക്. അവിടെ ആ വെള്ളം നിങ്ങൾ നോക്ക്, ആ വെള്ളം ധിക്കാരികളുടെ നാശത്തിന് വഴിയൊരുക്കിയപ്പോൾ വിശ്വാസികളുടെ സുരക്ഷിതത്വത്തിനാണ് ആ മഴ വഴിയൊരുക്കിയത്. ചിന്തിക്കേണ്ടതാണ് നാം അവിടെയൊക്കെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തോടൊപ്പം വിശ്വാസികളായ ആളുകളെയും കപ്പലിൽ കയറി സുഗമമായി പോകാൻ വഴിയൊരുക്കിയത് അല്ലാഹു ആ വെള്ളത്തിലൂടെ തന്നെയാണ്. എന്നിട്ടാണ് ജൂതി എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ ആ കപ്പൽ പോയി തങ്ങുന്നത്. അപ്പൊ ഒരു പർവ്വതത്തിന് സമാനമാണെന്നർത്ഥം. നൂഹ് നബിയുടെ മകൻ ആ പ്രളയത്തിൽ കിടന്ന് മുങ്ങിച്ചാകുന്ന സന്ദർഭത്തില് അവിടെ പർവ്വത സമാനമായ വെള്ളപ്പൊക്കം എന്നുള്ള നിലയിൽ പരാമർശിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മഴ എന്ന് പറയുമ്പോൾ അതിങ്ങനെ പെയ്തു പോയി, നമ്മൾ അങ്ങനെ അത് അനുഭവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ദുരന്തമുണ്ടായില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവിച്ചില്ല എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ, അതൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ഖുർആൻ മഴയെ കുറിച്ച് പറഞ്ഞു തരുന്ന ശൈലി, ഓരോ പ്രയോഗങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ ഈ ജലപ്രളയവുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ അവിടെ മത്തർ എന്നുള്ള പ്രയോഗം കാണാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് സബഅ് എന്നാണ്. 34-ാമത്തെ അധ്യായമാണ് സബഅ്. ആ സബഅ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പേരിലാണ് ആ അധ്യായം വന്നിരിക്കുന്നത്. അവിടെ ഒരു അണക്കെട്ടുണ്ടായിരുന്നു. ആ അണക്കെട്ടിന്റെ പേര് മആരിബ് എന്ന അണക്കെട്ടാണ്. സദ്ദു മആരിബ് എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആ മആരിബ് എന്ന് പറയുന്ന അണക്കെട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാലഘട്ടത്തിനിടയ്ക്ക് ഏതാണ്ട് 5-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് യമനിലെ വരണ്ടുണങ്ങിയ 2 മലകൾക്കിടയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് മആരിബ് എന്ന് പറയുന്ന അണക്കെട്ട്. 2 പർവ്വതങ്ങളിൽ, 2 ഉണങ്ങി വരണ്ട പർവ്വതങ്ങൾ. അവിടെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, ജനങ്ങൾക്ക് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വെള്ളമില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ആ അണക്കെട്ട് വരുന്നത്. ആ അണക്കെട്ട് വന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയത്തുൻ ജന്നതാൻ അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ഖുർആന്റെ പ്രയോഗമാണ്. സൂറത്ത് സബയിലെ 15-16 വചനങ്ങളാണിത്. അതിൽ പറയുന്നത് എന്താണ്? ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ, സബ നിവാസികൾക്ക് അവരുടെ പാർപ്പിടങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട്. ജന്നത്താൻ, 2 തോട്ടങ്ങൾ, അപ്പുറവും ഇപ്പുറവും, യമീനും വശിമാൽ, വലത്തും ഇടത്തും. എന്നിട്ട് പറഞ്ഞു അവരോട് കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും, ഈ അണക്കെട്ടിലൂടെ വെള്ളം ലഭ്യമായി അതിൽ നിന്ന് കൃഷി ഉണ്ടാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തോ ആ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന റിസ്ഖ് നിങ്ങൾ കഴിച്ചുകൊള്ളുക. എന്നിട്ടൊരു വാക്കും കൂടി പറഞ്ഞു, വഷ്കുറൂ ലഹു, അവനോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം.
എന്നിട്ട് പറഞ്ഞു ബൽദത്തുൻ തയ്യിബ, നല്ല രാജ്യം, വറബ്ബുൻ ഗഫൂർ, ഏറെ പൊറുക്കുന്ന റബ്ബും അതാണുള്ളത് എന്ന് അവരെ ഓർമ്മിപ്പിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? ഫഅറദു, അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം, അണക്കെട്ട് പൊട്ടി വലിയ ഒഴുക്കായി അതങ്ങോട്ട് മാറി. വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ വഅതലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ, എന്തും രുചികരമായ ഫ്രൂട്ട്സ് ആണോ മുമ്പ്, പഴവർഗ്ഗങ്ങളാണോ മുമ്പ് അവർക്ക് ലഭിച്ചിരുന്നത്, അതിന് വിരുദ്ധമായി യാതൊരു ഗുണവുമില്ലാത്ത കൈപ്പുറ്റ പല ജാതി ഫലവർഗ്ഗങ്ങളാണ് പിന്നെ അവർക്ക് അള്ളാഹു പകരമായി കൊടുത്തത്. അണക്കെട്ട് തകർന്നു, അതിൽ നിന്ന് വെള്ളമൊഴുകി, പ്രയാസങ്ങൾ ഉണ്ടായി. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിന് സംഭവിച്ചതെന്നുള്ള ഖുർആൻ തന്നെ പറയുന്നത്. എന്റെ വാക്കുകൾ കേൾക്കണ്ട, ഖുർആൻ പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്താൻ കാരണം അവർ നന്ദികേട് കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ അവർക്ക് സംജാതമായത്. അവരോട് അള്ളാഹു പറഞ്ഞത് എന്താ? തിന്നോ, ഇഷ്ടം പോലെ അള്ളാഹുവിന്റെ റിസ്കിൽ നിന്ന് തിന്നോ, പക്ഷേ വഷ്കുറൂ ലഹു, അള്ളാഹുവിനോട് നന്ദി വേണം. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു സംവിധാനം ഉണ്ടാക്കി തന്നെ നിങ്ങൾക്ക് നന്ദി വേണം. ഇത് നല്ല രാജ്യമാണ്, നിങ്ങളുടെ റബ്ബ് പൊറുക്കുന്നവനാണ് എന്നൊക്കെ അവരോട് ഓർമ്മിപ്പിച്ചു. പക്ഷേ അവർ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു. കാരണം എന്തേ? വെള്ളം കിട്ടി, ഇഷ്ടം പോലെ ഫലഭൂയിഷ്ടമായി, ഭൂപ്രദേശം എമ്പാടും സസ്യലതാദികൾ മുളച്ചു, ഒരുപാട് കൃഷി സാധനങ്ങൾ ഉണ്ടായി, പഴവർഗ്ഗങ്ങൾ ലഭിച്ചു. അങ്ങനെ അങ്ങോട്ട് മതിമറന്നു. അവസാനം നന്ദികേടിന്റെ വക്കിലേക്ക് എത്തിയപ്പോൾ ഒറ്റ പൊട്ടിക്കല്, ആ ഡാം അതേ കിടക്കണം, എല്ലാം കൂടി തീർന്നു. എന്നിട്ട് അതിങ്ങനെ ഒഴുകി അവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോയി. പിന്നെ അതിനുശേഷം അവിടെ മുളച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ വിശേഷണം ഏത് രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്ന് ഓർത്ത് നോക്ക്. അതേപോലെ 2 തോട്ടം അവിടെ ഉണ്ടായി. എങ്ങനെയുള്ള തോട്ടം? കായ്കനികളൊക്കെ കൈപ്പുറ്റതാണ്. അതുപോലെ തന്നെ ഒരുതരം കാറ്റാടി മരങ്ങളാണ് അവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു ഫലവുമില്ലാത്ത പല രൂപത്തിലുള്ള മരങ്ങൾ, വാഗമരങ്ങൾ, ഇതൊക്കെയാണ് പകരമായി അവിടെ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തത്. എന്തേ കാരണം? നന്ദികേട് കാണിച്ച നിമിത്തം അള്ളാഹു നൽകിയ പ്രതിഫലമായിരുന്നു അത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, കടുത്ത നന്ദികേട് കാണിക്കുന്നവന്റെ നേരെയല്ലാതെ ശിക്ഷാ നടപടി ഉണ്ടാകുമോ? ഖുർആന്റെ ചോദ്യമാണ്. ഈ ചോദ്യം അലയടിക്കട്ടെ നമ്മുടെ മനസ്സുകളിൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ കാലാവസ്ഥ ഏറ്റവും നല്ല കാലാവസ്ഥയായിരുന്നു. മഴ വേണ്ടപ്പോൾ മഴ, ആവശ്യമായ മഴ, തണുപ്പ് വേണ്ടപ്പോൾ തണുപ്പ്, ചൂട് വേണ്ടപ്പോൾ ചൂട്, എല്ലാ നിലയിലും അങ്ങനെ എല്ലാവരും കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പോകുന്നതിനിടയിൽ ചിലപ്പോൾ നമ്മളുടെയൊക്കെ കൈകടത്തലുകളും നമ്മളുടെയൊക്കെ നീക്കങ്ങളും നിമിത്തമായിരിക്കാം കാലാവസ്ഥാ വ്യതിയാനം തന്നെ വന്ന് വിചാരിക്കാത്ത നിലയിൽ മഴ, തീവ്രമഴ, അതിതീവ്രമഴ, വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഉരുൾപൊട്ടല്, വല്ലപ്പോഴും കേട്ടുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ വർഷം തോറും കേൾക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ എവിടെയോ എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഭരിക്കുന്നവരും ഭരണീയരും എല്ലാവരും ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാറുള്ളത്. ഏതായിരുന്നാലും കൊള്ളാം, ഇങ്ങനെയുള്ള രൂപത്തിൽ വിശുദ്ധ ഖുർആൻ മഴയെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഞാൻ സൂചിപ്പിച്ചു, വദഖ് എന്ന പ്രയോഗം, മത്തർ എന്ന പ്രയോഗം, വൈസ് എന്നുള്ള പ്രയോഗം, മൊത്തത്തിൽ മാ എന്നുള്ള പ്രയോഗം മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അതുപോലെ കേവലം ഒരു പ്രകൃതി പ്രതിഭാസമായി അല്ല ഖുർആൻ മഴയെ പരിചയപ്പെടുത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യം അതിലുണ്ട്. അവന്റെ കഴിവും ദൃഷ്ടാന്തവുമുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്, ജീവന്റെ ഉറവിടമുണ്ട്, ഉപജീവനത്തിന്റെ വഴിയുണ്ട്, ശുദ്ധീകരണത്തിന്റെ മാർഗമുണ്ട്, വിശ്വാസികൾക്ക് പരീക്ഷണവും ധിക്കാരികൾക്ക് ശിക്ഷയുമാണ് എന്ന് മൊത്തത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ ഖുർആനിൽ മഴയെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹമായ, അവന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ശക്തിയുടെ കേദാരമായ, അത് വിളിച്ചറിയിക്കുന്ന മഴയോടുള്ള വിശ്വാസിയുടെ സമീപനം വളരെ നല്ല നിലയിൽ മാത്രമേ ആകാവൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം. മഴ പെയ്താൽ അതിനെ ശപിക്കുകയല്ല വേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, മഴ വർഷിക്കുമ്പോൾ
ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഴ വർഷിക്കാൻ തുടങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരമുള്ള നല്ല മഴ വർഷിപ്പിച്ചു തരണമേ. എന്തേ നമുക്ക് പ്രാർത്ഥിച്ചാൽ ആരുടെ പ്രാർത്ഥന എപ്പോൾ ചെന്ന് കൊള്ളുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. ഇനി മഴ അങ്ങോട്ട് ഒരുപാടായി, നമുക്ക് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമെത്തി. അപ്പോഴും എന്തൊരു മഴ എന്ന് പറഞ്ഞ് മഴയെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഒരു വിശ്വാസിയുടെ മനസ്സ് അപ്പോഴും പോകേണ്ടത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാബി വൽ ദിറാബി വൽ അദ്വിയതി വമനാബിത്തി ശജർ. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ എന്നെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിക്കണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഹവാലൈനാ, ഈ മഴയെ ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് മാറ്റണമേ. വലാ അലൈനാ, ഞങ്ങൾക്ക് ദോഷകരമായ നിലയിൽ ഈ മഴയെ നീ മാറ്റരുത് റബ്ബേ. ഇതാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ് എന്ത്, പിന്നെ വല്ല കാടുകളിലേക്ക്, പിന്നെ മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അതുപോലെ തന്നെ താഴ്വരകളിലേക്ക് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. വൃഷ്ടി പ്രദേശങ്ങളിലേക്ക്. ഈ മഴ മുഴുവൻ പെയ്തിട്ടും ഇടുക്കിയിൽ വെള്ളം കുറവാണെന്നല്ല ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോയി പെയ്യാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ, പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് ഒരു വിശ്വാസി മാതൃകയാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കൈകടത്തലുകൾ നിമിത്തം കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കൈകടത്തലുകൾ നമ്മൾ ആലോചിച്ചു നോക്കുക. ഈ ഭൂമിയിലുള്ളത് ആർക്ക് വേണ്ടി അള്ളാഹു പഠിച്ചെന്നത്? ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചു തന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പം ആ ഉത്തരവാദിത്വ ബോധം, ആ പരിസ്ഥിതിയോടുള്ള നമ്മുടെ സമീപനം ഒരു അമാനത്താണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു മരം വെട്ടുമ്പോൾ, ഒരു തണ്ണീർത്തടം നികത്തുമ്പോൾ, ഒരു മല ഇടിച്ചു തകർക്കുമ്പോൾ, ഒരു പുഴ മലിനമാക്കുമ്പോൾ ഒക്കെ നാം ആലോചിക്കേണ്ടതുണ്ട്. എന്റെ കൈകൾ ഇതിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ എന്തൊക്കെയോ ഇതിന് വിരുദ്ധമായ അല്ലെങ്കിൽ നിരക്കാത്ത പലതും സംഭവിച്ചേക്കാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് ഇടുകയാണ് ഈ സന്ദർഭത്തിൽ. സൂറത്തു തൗബയിലെ 126-ാമത്തെ വചനം, അവലാ യറൗൻ, അവർ കാണുന്നില്ലേ? നമ്മളോടൊക്കെയാണ് ഈ ചോദ്യം. എന്താണ്? അന്നഹും യുഫ്തനൂന, തീർച്ചയായും അവർ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഫീ കുല്ലി ആമിൻ, ഓരോ വർഷവും, മറത്തൻ ഔ മറത്തൈൻ, ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർ കാണുന്നില്ലേ? സുമ്മലായ തൂബൂന, ഇതൊക്കെ ഉണ്ടായിട്ടും അവരെന്തേ തൗബ ചെയ്ത് മടങ്ങാതിരിക്കുന്നത്, പശ്ചാത്തപിച്ച് മടങ്ങാതിരിക്കുന്നത്? വലാഹും യദ്ദക്കറൂൻ, അവരെന്തേ കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാത്തത് എന്ന ഈ ചോദ്യം, ഈ പറഞ്ഞത് ഇന്നലെ ഖുർആൻ ഇറങ്ങിയതുപോലെ നോക്കുങ്ങൾ. ഓരോ വർഷവും ഒന്നോ രണ്ടോ പ്രാവശ്യം പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നവർ കാണുന്നില്ലേ? എന്നിട്ടും അവരെന്തേ അള്ളാഹുവിലേക്ക് മടങ്ങാത്തത്? അവരെന്തേ ചിന്തിച്ചു മനസ്സിലാക്കാത്തത് എന്നുള്ള ചോദ്യം. ഇപ്പൊ ഓരോ വർഷവും മഴക്കെടുതികൾ ഉണ്ടാകുന്നു, മഴ മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു, ദുർമരണങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണം അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാകണം. ഓരോ മഴയും അള്ളാഹുവിന്റെ കാരുണ്യം ഓർമ്മിപ്പിക്കുന്നതാകണം. ഓരോ ദുരന്തവും ഇസ്തിഗ്ഫാറും തൗബയിലേക്കും അവന്റെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതാകണം. അല്ലാതെ ഒരു വിശ്വാസി വിമർശകനും പരിഹസിക്കുന്നവനും കുറ്റപ്പെടുത്തുന്നവനുമായി തീരരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. മഴ ഖുർആനിലൂടെ ഒന്ന് നോക്കിക്കാണ്, ഇതൊന്നും അല്ല. അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ മഴ വർഷിപ്പിക്കുന്ന വെള്ളത്തെക്കാൾ കൂടുതൽ ആശയങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹാപാരാവാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രയൊന്നും പോയില്ലെങ്കിലും ഓതുമ്പോൾ അതിന് അർത്ഥം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ നാം ഈ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു തരത്തിലും കിട്ടാതാകുമ്പോഴും അധികമാകുമ്പോഴും ഒന്നുമായി മാറുകയില്ല. നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഈ ദുരന്തങ്ങൾ വന്ന ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അവരെ കൈപിടിച്ചുയർത്താനും ചേർത്ത് നിർത്താനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം.
ഇന്ന് നമുക്കല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാളെ നമുക്കും ഇതൊക്കെ ഉണ്ടാകാം എന്നുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടും നമ്മെ നയിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ ദുരന്തങ്ങൾ വന്ന സ്ഥലം നമ്മൾ എടുത്തു നോക്കിയാൽ അവർക്ക് പണമില്ല, ഭക്ഷണമില്ല, ജീവിത ഉപാധികളില്ല, കയറിക്കിടക്കാൻ ഇടമില്ല, ബെഡില്ല, തലയണയില്ല, അതുപോലെ തന്നെ കട്ടിലില്ല, ഒന്നുമില്ല. വല്ലാത്ത ഒരവസ്ഥ. ചിലരെയൊക്കെ കിടപ്പ് രോഗികളെയൊക്കെ പേറിക്കൊണ്ടു പോകുന്ന കാഴ്ച കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകും. സഹിക്കാവുന്നതിനും അപ്പുറമാണ് അവരുടെ അവസ്ഥ. നമ്മളൊക്കെ ഇത്ര സന്തോഷത്തോടു കൂടി ഇവിടെ നിൽപ്പുണ്ടല്ലോ. ഈ സന്ദർഭത്തിൽ സ്വന്തം വീട് വിട്ടെറിഞ്ഞു പോയി, കടകളിലെല്ലാം നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മനമൊരുങ്ങി എന്താണ് മുന്നിൽ ഭാവി എന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളത്, ആ സഹായത്തിനും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങൾക്ക് തടസ്സമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ വെള്ളിയാഴ്ച മിക്കവാറും എല്ലാ മുസ്ലിം പള്ളികളിലും യാതൊരു വിഭാഗീയതയും ഇല്ലാത്ത നിലയിൽ കളക്ഷൻ നടക്കുകയാണ്. എന്തിന്? ഈ ദുരന്തങ്ങൾക്കിരയായവരെ സഹായിക്കാൻ വേണ്ടി. മനസ്സറിഞ്ഞ് നിങ്ങൾ എന്നാ കളക്ഷനുമായി സഹകരിക്കണം. എന്തിന്? നമുക്കിതുപോലെ വരാതിരിക്കണം എന്നുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തി പകരാൻ. ആ ദുരന്തം പേറുന്നവർക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും? ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? ജീവിതോപാധിക്കുള്ളത് ചെയ്യാൻ കഴിയുമോ? കയറിക്കിടക്കാനുള്ള കുടില് നന്നാക്കി കൊടുക്കാൻ, ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. അതുപോലെ നാം ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ. ദയവ് ചെയ്ത് ആദ്യം കൊടുക്കാനുള്ളത് കൊടുക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അതിനായിരിക്കും ഫലം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. കാരണം ഒരിക്കലും അവരെ കൈവിടാൻ നമുക്ക് കഴിയില്ല. നമ്മളും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ അഭിമുഖീകരിച്ചവരാണ്. അന്ന് ഏതൊക്കെ സ്ഥലത്ത് നിന്ന് എന്തെല്ലാം സാധനങ്ങളുമായി ഓരോരുത്തർ ഇവിടെ വന്നിറങ്ങി. അതുപോലെ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണം, അവരെ സഹായിക്കണം. ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട്, 10 രൂപ കൊണ്ട്, അല്ലെങ്കിൽ ഒരു 100 രൂപ കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അതൊന്നും കഴിയുന്നില്ലെങ്കിൽ പടച്ചവനെ അവർക്കൊക്കെ നീ മോചനം നൽകണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന, ഒപ്പം ഞങ്ങളെ ഇതുപോലുള്ള കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന, ഇതൊക്കെയാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾക്ക് എന്ത് വേണം? നാം മഴയെ പേടിക്കുന്നവരാകരുത്, മറിച്ച് മഴയുടെ റബ്ബിനെ ഭയക്കുന്നവരായി നമ്മൾ മാറണം. ദുരന്തത്തിലും നമ്മൾ ദയ കാണിക്കുന്നവരായി മാറണം. ഏറ്റവും വലിയ കാരുണ്യവനായ അള്ളാഹുവിലേക്ക് മനസ്സടുക്കുന്നവരാകണം. അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാകണം. ഓരോ മഴത്തുള്ളിയും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കണം. ഓരോ പ്രയാസവും നമ്മുടെ തൗബയുടെ ആഴം കൂട്ടണം. ഓരോ ദുരന്തവും നമ്മുടെ കാരുണ്യം ഇരട്ടിയാക്കി കൊണ്ടുവരണം. അങ്ങനെ മുന്നോട്ട് നീങ്ങാൻ നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളെയും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തെയും നമ്മുടെ നാടിനെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ ദുരന്തങ്ങൾക്കിരയായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകി, മുക്തി നൽകി, പുതിയ ജീവിതത്തിലേക്ക് അവർ കടന്നു വരാനുള്ള സർവ്വ സാഹചര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, നമ്മൾ ഈ 2ാമത്തെ വെള്ളിയാഴ്ച കളക്ഷൻ നടത്തേണ്ട ദിവസമാണ്. ആ കളക്ഷൻ ഈ ദുരിതത്തിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പലജാതി രോഗങ്ങൾ, ഉള്ള രോഗങ്ങൾ ഇരട്ടിയാകുക, പ്രയാസം ഉണ്ടാകുക, പുതിയ മഴക്കാലം പ്രത്യേകമായി വരുന്ന രോഗങ്ങൾ ഉണ്ടാകുക, അതൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എത്രയും വേഗം പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഒരു കുടുംബത്തില് വാപ്പ ക്യാൻസർ രോഗി, മകള് ക്യാൻസർ രോഗി, മകളെ വിവാഹം കഴിച്ച ആൾക്കും ക്യാൻസർ. നഅൂദുബില്ല. എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം? ഇത്തരം അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അവരുടെ വേദനകൾ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച വരാറുണ്ട്. എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ആ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന നമ്മുടെ രോഗങ്ങളെ അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിക്കുന്നിടത്തോളം കാലം അല്ലാഹുവിന്റെ തൃപ്തി അനുസരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കെല്ലാവർക്കും അല്ലാഹു കനിഞ്ഞു നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.